ശ്രീ മഹാഭാരതത്തിൽ വനപർവത്തിൽ യുധിഷ്ഠിരാദികളായ പാണ്ഡവന്മാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ മാർക്കണ്ഡേയ മഹർഷിയുമായിട്ട് നടത്തുന്ന ചില സംവാദങ്ങൾ, മഹർഷി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നിരവധി പുരാവൃത്തങ്ങൾ, നാടോടിക്കഥകൾ, അതിൽ പ്രത്യേകിച്ചും മഹാന്മാരായിട്ടുള്ള ആളുകൾ, ബ്രാഹ്മണർ, തപസ്വികളായിട്ടുള്ള ആളുകൾ, അവരുടെ മാഹാത്മ്യം പറയുന്ന കഥകളാണ് കൂടുതലും. ആ കഥകളിലൂടെ നിരവധി ധർമ്മതത്വങ്ങൾ ഉപദേശിക്കുകയാണ്. അങ്ങനെ ദാനധർമ്മങ്ങളുടെ മാഹാത്മ്യം പറഞ്ഞു, ബ്രാഹ്മണരുടെ മഹത്വം പറഞ്ഞു. കൂടുതലായിട്ട് ബ്രാഹ്മണരുടെ മഹത്വം കേൾക്കാൻ യുധിഷ്ഠിരൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം, കിം തൗചം ഭവേത്യേന വിപ്രശുദ്ധ സദാ ഭവേത്, ബ്രാഹ്മണന് ശുദ്ധി നൽകുന്ന, ബ്രാഹ്മണന് ശുദ്ധനാകുന്നത് ഏത് തരത്തിലുള്ള ശൗചം കൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതിന് മാർക്കണ്ഡേയൻ്റെ മറുപടിയായിരുന്നു, വാക്ശൗചം കർമ്മശൗചം ച യച്ച ശൗചം ജലാത്മകം ത്രിഭിശൗചൈരുപേതോ യസ് സ്വർഗീ നാത്ര സംശയ. ഒരു ബ്രാഹ്മണൻ സ്വർഗത്തിന് അധികാരിയാകുന്നത് 3 തരം ശൗചങ്ങൾ. ശൗചം എന്ന് വെച്ചാൽ ശുചീകരണം, ശുചിത്വം. ഏതൊക്കെയാണ് 3 ശുചിത്വം? വാക് ശൗചം, വാക്കിൻ്റെ ശുദ്ധി, പിന്നെ കർമ്മശുദ്ധി, മൂന്നാമതായിട്ട് ജലം കൊണ്ടുള്ള ശുദ്ധി. ഈ 3 ശുദ്ധികളും ചേരുമ്പോഴാണ് ഒരു ബ്രാഹ്മണൻ സ്വർഗത്തിൽ ചെല്ലുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞു. ബ്രാഹ്മണന് തപസ് അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ ശക്തി ഏതിലാണ് നിഹിതമായിരിക്കുന്നത് പ്രധാനമായിട്ട് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയായിട്ട് മാർക്കണ്ഡേയൻ പറയുന്നു, സായം പ്രാതശ്ച സന്ധ്യാം യോ ബ്രാഹ്മണോഭ്യുപസേവതേ പ്രജപൻ പാവനീം ദേവീം ഗായത്രീം വേദമാതരം. വേദമാതാവായിട്ടുള്ള ഗായത്രി മന്ത്രത്തെ ആരാണോ വേണ്ട വിധം നല്ലവണ്ണം ജപിക്കുന്നത്, എപ്പോഴൊക്കെ? സായം സന്ധ്യയിലും പ്രഭാത സന്ധ്യയിലും. സന്ധ്യോപാസനത്തിൻ്റെ ഭാഗമായിട്ട് ഗായത്രി മന്ത്രത്തെ ജപിക്കുന്നത് ബ്രാഹ്മണന് ഏറ്റവും കൂടുതൽ ശക്തി പകർന്നു കൊടുക്കുന്ന കാര്യമാണ്. അങ്ങനെ ആ ഗായത്രിയെ ഉപാസിക്കുന്ന ബ്രാഹ്മണർക്ക് എന്താണ് മറ്റു പ്രയോജനം എന്ന് വെച്ചാൽ, ന കേചിത് ദാരുണ കേചിത് ഗ്രഹാ സൂര്യാദയോ ദേവി തേ ചസ്യ സൗമ്യാ ജായന്തേ ശിവാ ശിവതരാ സദാ. ഏതേത് ഗ്രഹങ്ങളാണോ സാധാരണ ആളുകൾക്ക് ക്രൂരഗ്രഹങ്ങളായിട്ട് അനുഭവപ്പെടുന്നത്, ഇപ്പോൾ ചൊവ്വ ദോഷം, ശനിയുടെ ദോഷം, രാഹുവിൻ്റെ ദോഷം, ഇങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങൾ ജ്യോതിഷപ്രകാരം ജാതകപ്രകാരം കാണുകയാണെങ്കിൽ ഈ ഗായത്രിയെ വേണ്ട വിധം ഉപാസിക്കുന്ന, ഗായത്രി ജപം കൃത്യമായിട്ട് ചെയ്യുന്ന ബ്രാഹ്മണന് ആ ക്രൂരഗ്രഹങ്ങൾ പോലും സൗമ്യഗ്രഹങ്ങളായിട്ട് അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഗായത്രി ജപം കൊണ്ട് സകല ഗ്രഹദോഷങ്ങളെയും ശമിപ്പിക്കാൻ സാധിക്കും. അത്രയും ശക്തി ഗായത്രി മന്ത്രത്തിനുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് ബ്രാഹ്മണൻ ഒരിക്കലും, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ പ്രത്യേകിച്ചും സന്ധ്യോപാസനം മുടക്കാൻ പാടില്ല. ഗായത്രി ജപം വളരെ കൃത്യമായിട്ട് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള ഗായത്രി ഉപാസന ചെയ്യുന്ന ആളുകൾക്ക് പിശിതാശനന്മാരായിട്ടുള്ള, അതായത് ഈ പച്ചമാംസം കഴിക്കുന്നവരായ പിശാചുക്കൾ, രാക്ഷസന്മാർ, അങ്ങനെയുള്ള ആളുകളുടെ ഉപദ്രവത്തെയും ഭയപ്പെടേണ്ടതില്ല. അത്തരം ബ്രാഹ്മണരെ എല്ലാവരും പൂജിക്കുകയും ചെയ്യണം. സന്ധ്യോപാസന ചെയ്യുന്ന ബ്രാഹ്മണനെ, വേദാധ്യയനം ചെയ്യുന്നവനായാലും ചെയ്യാത്തവനായാലും ഏത് തരത്തിലുള്ളവരായാലും ഈ ജപം കൊണ്ട് ശക്തി ആർജിച്ചവനെ പൂജിക്കണം. പിന്നെ എന്താണ് മനുഷ്യനെ ജീവിതത്തിൽ പവിത്രമാക്കി തീർക്കുന്നത്? എന്തിനെ കൊണ്ടാണ് സാധാരണ എല്ലാവർക്കും ശുദ്ധി ഉണ്ടാകുന്നത്? സാധുസംഗമപൂതേന വാക് സുഭാഷിതവാരിണ പവിത്രീകതമാത്മാനം സന്തോ മന്യന്തി നിത്യശ. സാധുസംഗമപൂതേന, സജ്ജന സംഗമം കൊണ്ടാണ് ഒരുവന് പൂർണ്ണമായിട്ടുള്ള മാനസികമായ ശുദ്ധി ഉണ്ടാകേണ്ടത്. വാക് സുഭാഷിത വാണിന, സുഭാഷിതമായ സുഷ്ഠുവായിട്ടുള്ള ഭാഷ പ്രയോഗിക്കുന്നതിലൂടെ ആ അത്തരം വാക്കുകളാകുന്ന ജലത്തിലാണ് ഒരു മനുഷ്യൻ നിത്യേന സ്നാനം ചെയ്യേണ്ടത് എന്നർത്ഥം. ജലം കൊണ്ടുള്ള സ്നാനത്തിന് പുറമേ നമ്മൾ സജ്ജന സംഗമം കൊണ്ടും നല്ല വാക്കുകളെ കൊണ്ടും സുഭാഷിതങ്ങളെ കൊണ്ടും നമ്മൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ അന്തരംഗത്തെ, അന്ധകരണത്തെ ശുദ്ധീകരിക്കേണ്ടതാണ്. പവിത്രീകൃതമാത്മാനം, അങ്ങനെ പവിത്രീകരിക്കപ്പെട്ട മനസ്സോട് കൂടിയ ആളുകളെ എല്ലാവരും സജ്ജനങ്ങളായിട്ട് പരിഗണിക്കുന്നു എന്നാണ്. അതാണ് സജ്ജനങ്ങളുടെ ലക്ഷണം. ഇനി എന്താണ്, എന്തല്ല ഈ തപസ്, സ്വാധ്യായം അല്ലെങ്കിൽ ജപം, ഹോമം,
അതുപോലെ ഈ വർണ്ണാശ്രമധർമ്മങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ പ്രാധാന്യം ഏതിനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ ശ്രേഷ്ഠമായൊരു ശ്ലോകം ഇവിടെ ഉദ്ധരിക്കാം. ത്രിദണ്ഡധാരണം മൗനം ജടാഭാരോധമുണ്ഡനം വൽക്കലാജിന സംവേഷ്ടം വ്രതചര്യാഭിഷേചനം അഗ്നിഹോത്രം വനേവാസ ശരീരപരിശോഷണം സർവാണ്യേതാനി മിഥ്യാസ്യുർയതി ഭാവോ ന നിർമ്മല. കേൾക്കുന്നവർക്ക് മനസ്സിലായി കാണും. യതി ഭാവോ ന നിർമ്മല. നമ്മുടെ മനസ്സിൻ്റെ ഭാവം നിർമ്മലമല്ലെങ്കിൽ, പരിശുദ്ധമല്ലെങ്കിൽ, ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഫലമില്ലാത്തൊക്കെ മിഥ്യയായിട്ട് തീരും. എന്തൊക്കെയാണ്? ത്രിദണ്ഡം ധരിക്കുക, സന്യാസ ദീക്ഷ, മൗന വ്രതം, ജട ധരിക്കുക, ശിരസ് മുണ്ഡനം ചെയ്യുക, വൽക്കലങ്ങളോ അല്ലെങ്കിൽ അജിനങ്ങളോ കൃഷ്ണാജിനങ്ങളോ മൃഗചർമ്മമോ ധരിക്കുക, വ്രതചര്യ വ്രതങ്ങളെടുക്കുക, തീർത്ഥാടനം ചെയ്യുക, അഗ്നിഹോത്രം ചെയ്യുക, വനേവാസ കാട്ടിൽ വസിക്കുക, ശരീരത്തെ ശോഷിപ്പിക്കുക, ഇതൊക്കെ തന്നെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ ഇതൊക്കെ തന്നെ മിഥ്യയായിട്ട് മാറും എന്നാണ്. അപ്പോൾ മനസ്സിൻ്റെ ശുദ്ധിയാണ് നമുക്ക് ശ്രേയസ്സുണ്ടാകാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്നാണ് മാർക്കണ്ഡേയ മഹർഷി പറയുന്നത്. ഇന്ദ്രിയ ജയം വളരെ എളുപ്പമാണ്, പക്ഷേ മനസ്സിനെ ജയിക്കുക എളുപ്പമല്ല. അങ്ങനെ മനസ്സിനെ ജയിക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. ഏ പാപാനി ന കുർവന്തി മനോവാക്കായ ബുദ്ധിഭി തേ തപന്തി മഹാത്മാനോ ന ശരീരസ്യ ശോഷണം. തപസ് എന്ന് വെച്ചാൽ ആഹാരം കഴിക്കാതെയും മൗനമെടുത്തും ഉറങ്ങാതെയും ശരീരത്തെ ശോഷിപ്പിക്കുന്നതല്ല, മറിച്ച് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒരു പാപം പോലും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ തപസ് എന്നുകൂടി അറിയണം. ആത്മാനം വിന്ദതേയേന സർവഭൂതഗുഹാശയം ശ്ലോകേന യതി വാർദ്ധേന ക്ഷീണം തസ്യ പ്രയോജനം. ആത്മാവിനെ നേടുക, ആത്മസ്വരൂപത്തെ അറിയുക. എങ്ങനെയുള്ള ആത്മാവിനെ? സർവഭൂതഗുഹാശയം, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കഴിയുന്ന ആ ഈശ്വരീയ ചൈതന്യമാകുന്ന ആത്മസ്വരൂപത്തെ എങ്ങനെ അറിയാൻ സാധിക്കും? ചില ആളുകൾക്ക് ഒരു ശ്ലോകം കൊണ്ടറിയാൻ സാധിക്കുമെന്നാണ്. അനേകം ശ്ലോകങ്ങളുള്ള അനേകായിരം മന്ത്രങ്ങളോട് കൂടിയിട്ടുള്ള വേദം പഠിച്ചാലും അത് മനസ്സിലാകണമെന്നില്ല. ചില ആളുകൾക്ക് ഏക ശ്ലോകം കൊണ്ട് തന്നെ തത്വബോധം ഉണർന്നു വരും. ചില ആളുകൾക്ക് അർദ്ധശ്ലോകം കൊണ്ടും തത്വബോധം ഉണ്ടായി എന്ന് വരാം. അങ്ങനെ തത്വബോധം ഉണ്ടായ ആളുകൾക്ക് ക്ഷീണം തസ്യ പ്രയോജനം. ശാസ്ത്ര പഠനത്തെ, എല്ലാ തരത്തിലുള്ള ശാസ്ത്ര പഠനത്തിൻ്റെയും പ്രയോജനം അവിടെ ഇല്ലാതാകുന്നു. അവൻ പരമമായ വസ്തുവിനെ, അറിയേണ്ട വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ ചില അർദ്ധശ്ലോകവും വേണ്ടി വരില്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ദ്വക്ഷരാദഭിസന്ധായ ക്വചി ശ്ലോകപദാങ്കിതൈ ശതൈരന്യൈ സഹസ്രൈശ്ച പ്രത്യയോ മോക്ഷലക്ഷണം. ചില ആളുകൾക്ക് 2 അക്ഷരമുള്ള ഒരു മന്ത്രം, ചില ആളുകൾക്ക് ഒരു ശ്ലോകത്തിൻ്റെ ഒരു പദം, ചില ആളുകൾക്ക് നൂറുകണക്കിന് ശ്ലോകങ്ങൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് മന്ത്രങ്ങളെ കൊണ്ടും ചിലപ്പോൾ മോക്ഷം ലഭിച്ചു എന്ന് വരാം. അത് നിശ്ചയമാണ്. പ്രത്യയോ മോക്ഷലക്ഷണം. അപ്പോൾ നമുക്ക് രാമ, കൃഷ്ണ, ശിവ മുതലായിട്ടുള്ള 2 അക്ഷരങ്ങളുടെ മന്ത്രങ്ങളുടെ ഉപാസന കൊണ്ടും നമുക്ക് പരമമായ തത്വത്തെ അറിയാൻ സാധിക്കും, ജ്ഞാനം നേടാൻ സാധിക്കും. ചില ആളുകൾക്ക് ഒരു ശ്ലോകം, അരശ്ലോകം, ഒരു പദം അല്ലെങ്കിൽ 1000, 100,000 ശ്ലോകങ്ങളെ കൊണ്ട്, മന്ത്രങ്ങളെ കൊണ്ടും വേണ്ടി വരും ഈ ചിത്തശുദ്ധി നേടാനും ഭഗവാൻ ഈശ്വരനെ അറിയാനും മോക്ഷം ലഭിക്കാനും എന്ന് പറയുന്നു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നീട് എന്താണ് അവസ്ഥ? വിദിതാർത്ഥസ്തു വേദാനം പരിവേദ പ്രയോജനം യുദ്ധ്യേത് സതു വേദേഭ്യ ദാവാഗ്നേരിവമാനവ. എല്ലാ കാലത്തും ഈ വേദമന്ത്രങ്ങൾ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കണമോ? ആവശ്യമില്ല. വിദിതാർത്ഥസ്തു വേദാനം, വേദങ്ങളുടെ അറിയേണ്ടതായ അർത്ഥത്തെ അറിഞ്ഞു കഴിഞ്ഞ് അതിനെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ വേദത്തെ ഉപേക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, അവർ വേദത്തെ എങ്ങനെയാണോ മനുഷ്യൻ കാട്ടുതീ കണ്ട് ഭയപ്പെടുന്നത് അതുപോലെ ഭയപ്പെടുന്നു. വീണ്ടും ആ വേദം അവർക്ക് ഉരുക്കഴിക്കേണ്ടതില്ല. കാരണം വേദത്തിലൂടെ അറിയേണ്ടതായ പരമജ്ഞാനത്തെ അവർ നേടിക്കഴിഞ്ഞു എന്നർത്ഥം. ഇത് ഭഗവത്ഗീതയിലും മഹാഭാരതത്തിൻ്റെ ഭാഗമായ ഗീതയിലും പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ 2-ാം അധ്യായത്തിൽ യാവാനർത്ഥ ഉദപാനേ സംവൃതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. ചുറ്റുപാടും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന, വെള്ളപ്പൊക്കം കൊണ്ട് വെള്ളം മൂടിയിരിക്കുന്ന സ്ഥലത്ത് ഒരാൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കിണർ കുഴിക്കേണ്ടതില്ല എന്നതുപോലെ വേദത്തിലൂടെ അറിയേണ്ടതായ എല്ലാം അറിഞ്ഞു കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ വേദം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതായത് വേദങ്ങൾ, ശാസ്ത്രങ്ങളൊക്കെ തന്നെ ഈശ്വരനെ കണ്ടെത്താനുള്ള ഉപായങ്ങളാണ്, ഉപകരണങ്ങളാണ്. വസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഉപകരണങ്ങളുടെ പ്രയോജനമില്ല എന്നർത്ഥം.
അതുകൊണ്ട് എന്ത് ചെയ്യണം? ശുഷ്കം തർക്കം പരിത്യജ്യ ആശ്രയസ്വ ശ്രുതിം സ്മൃതിം. ശുഷ്കമായ തർക്കങ്ങളെയും വിവാദങ്ങളെയും സംവാദങ്ങളെയും വിട്ട് ശ്രുതിയെ, ശാസ്ത്രത്തെയും സ്മൃതികളെയും ആശ്രയിക്കുക. അല്ലയോ യുധിഷ്ഠിര. തപസാ സ്വർഗഗമനം ഭോഗോ ദാനേന ജായത്തെ ജ്ഞാനേന മോക്ഷോ വിജ്ഞേയ തീർത്ഥസ്നാനാദഖക്ഷയ. ചുരുക്കത്തിൽ ചില തത്വങ്ങൾ പറയുകയാണ്. സ്വർഗത്തിൽ പോകാനുള്ള ഉപായം എന്താണ്? ഉപകരണം എന്താണ്? തപസ്സാണ്. ഭോഗസുഖങ്ങൾക്കുള്ള കാരണം എന്താണ്? ദാനമാണ്. മോക്ഷത്തിനുള്ള ഉപായം എന്താണ്? ജ്ഞാനമാണ്. അഖക്ഷയം, പാപങ്ങളില്ലാതാകാൻ എന്താണ് വേണ്ടത്? തീർത്ഥസ്നാനമാണ്. അപ്പോൾ 4 പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 4 കാര്യങ്ങളെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ആ ധർമ്മതത്വങ്ങളും മോക്ഷോപായങ്ങളും പറഞ്ഞു കൊടുത്ത ശേഷം വീണ്ടും നിരവധി മഹാത്മാക്കളായ ആളുകളുടെ കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഉത്തങ്കൻ എന്ന ഒരു മഹർഷി വര്യൻ, നമ്മൾ മഹാഭാരതത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആദ്യപർവ്വത്തിൽ ഉത്തങ്കൻ്റെ കഥ പറഞ്ഞിരുന്നു. ഉത്തങ്കൻ തൻ്റെ ഗുരുദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് പൗഷരാജാവിൻ്റെ ഭാര്യയുടെ കുണ്ടലം ആഹരിക്കാൻ വേണ്ടി പോയ കഥയൊക്കെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു. അത് കണ്ടവർ ഓർക്കുന്നുണ്ടാകും. ആ ഉത്തങ്കൻ മരുഭൂമിയിൽ ദീർഘകാലം സാക്ഷാത് ശ്രീ മഹാവിഷ്ണുവിനെ തപസ്സിലൂടെ ആരാധിച്ചു. ഭഗവാൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. അപ്പോൾ ഭഗവാനെ അദ്ദേഹം വിശിഷ്ടമായ ശ്രേഷ്ഠമായ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു. ഭഗവാൻ സന്തോഷിച്ച്, അല്ലയോ ഉത്തങ്ക, അങ്ങ് എന്നോട് വരങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തങ്കൻ പറഞ്ഞു, ഭഗവാനെ എനിക്ക് കാണാൻ സാധിച്ചു, വേറെ വരങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഭഗവാൻ നിർബന്ധിച്ചുകൊണ്ട് പറയുകയാണ്, എങ്കിലും ഉത്തങ്ക നീ വരങ്ങൾ ചോദിക്കൂ, ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞു, ധർമ്മേ സത്യേദമേ ചൈവ ബുദ്ധിർഭവതു മേ സദാ അഭ്യാസശ്ച ഭവേത് ഭക്ത്യാ ത്വയി നിത്യം മമേശ്വര. അല്ലയോ ഭഗവാനെ, എനിക്ക് ധർമ്മത്തിലും സത്യത്തിലും ഇന്ദ്രിയ നിഗ്രഹത്തിലുമായിരിക്കണം എൻ്റെ ശ്രദ്ധ, എൻ്റെ മനസ്സ് നിൽക്കുന്നത്. അതുപോലെ അങ്ങയിലുള്ള ഭക്തിയുടെ അഭ്യാസവും എനിക്ക് എന്നും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭക്തി, എല്ലാറ്റിനും ഉപരിയായിട്ട് ഭഗവാനിൽ ഭക്തി ഉണ്ടാകണം. ധർമ്മബോധം, സത്യബോധം, ഇന്ദ്രിയ നിഗ്രഹം, ഇതാണ് എനിക്ക് വേണ്ടത്. ഇങ്ങനെ ആഗ്രഹിക്കുന്ന, തൻ്റെ തപസ്സിലൂടെ, തൻ്റെ ഉപാസനയിലൂടെ ഇത്തരം ആഗ്രഹങ്ങളെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ബ്രാഹ്മണൻ, ഉത്തമ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അത്തരം ബ്രാഹ്മണർക്കാണ് കൃത്യമായിട്ട് ദാനങ്ങൾ ചെയ്യേണ്ടത്. അത്തരം ബ്രാഹ്മണരെയാണ് നമ്മൾ പൂജിക്കേണ്ടത്, അവരെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്, അവരെയാണ് ഈശ്വര തുല്യരായി കാണേണ്ടത് എന്നാണ് മഹാഭാരതത്തിൻ്റെ മതം. അതിന് വിരുദ്ധരായ ആളുകളെ പൂജിക്കേണ്ടതില്ല എന്നും പറയുന്നു. അതുകൊണ്ട് ബ്രാഹ്മണ മഹത്വം പറയുമ്പോൾ അത് ചാതുർവർണ്ണ്യത്തിൻ്റെ സ്ഥാപനമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. മറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഈശ്വരോപാസന ചെയ്യുന്ന, ജ്ഞാനത്തെ പ്രാപിച്ചിട്ടുള്ള, എല്ലാം ത്യജിച്ച് എല്ലാ ആഗ്രഹങ്ങളെയും അടക്കി തപസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഈശ്വര തുല്യമായി കണ്ട് ഉപാസിക്കണം എന്നാണ് മഹാഭാരതത്തിൻ്റെ താല്പര്യം. ഇത് കേട്ട് മഹാവിഷ്ണു അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഉത്തങ്ക, അങ്ങ് ദേവന്മാർക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി ചെയ്യണം. ധുന്ധു എന്നു പേരുള്ള ഒരു അസുരൻ തപസ് കൊണ്ട് ശക്തി നേടിയിട്ട് അവൻ ത്രിഭുവനങ്ങളെയൊക്കെ തന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങ് അവനെ വധിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചിട്ടുള്ള ഇക്ഷ്വാകു വംശത്തിലുള്ള കുവലാശ്വൻ എന്നു പേരുള്ള രാജാവുണ്ട്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ ഈ ധുന്ധു എന്ന അസുരനെ വധിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം. അത് ലോകോപകാരമായി തീരും അങ്ങയുടെ ആ പ്രവൃത്തി എന്ന് പറഞ്ഞ് ഭഗവാൻ മറഞ്ഞു. അങ്ങനെ ഉത്തങ്കൻ അയോധ്യയിലേക്ക് ചെല്ലുന്നു. ഈ ഇക്ഷ്വാകു വംശത്തിൻ്റെ അന്നത്തെ രാജാവായിട്ടുള്ള ബൃഹദശ്വൻ, ആ ബൃഹദശ്വൻ്റെ മകനായിട്ടുള്ള കുവലാശ്വനെ കാണാൻ വേണ്ടിയിട്ട്. ഇക്ഷ്വാകുവിൻ്റെ മകൻ ശശാദൻ, ശശാദൻ്റെ മകൻ കകുൽസ്ഥൻ, കകുൽസ്ഥൻ്റെ മകൻ അനേനസ്, അനേനസിൻ്റെ മകൻ പൃഥു, പൃഥുവിൻ്റെ മകൻ വിശ്വകശ്വൻ, വിശ്വകശ്വൻ്റെ മകൻ അദ്രി, അദ്രിയുടെ മകൻ യുവനാശ്വൻ, യുവനാശ്വൻ്റെ മകൻ ശ്രാപൻ, ശ്രാപൻ്റെ മകൻ ശ്രാപസ്തൻ, ശ്രാപസ്തൻ്റെ മകൻ ബൃഹദശ്വൻ, ആ ബൃഹദശ്വൻ്റെ മകനാണ് കുവലാശ്വൻ എന്ന് ആ വംശത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു. ബൃഹദശ്വനെ ചെന്ന് കണ്ടിട്ട്, ബൃഹദശ്വൻ ആ സമയത്ത് ഉത്തങ്കൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം കാട്ടിലേക്ക് തപസ്സിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ഉത്തങ്കൻ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഇപ്പോൾ തപസ് ചെയ്യേണ്ട സമയമല്ല രാജാവേ, പ്രജകളെ രക്ഷിക്കണം, ലോകത്തെ രക്ഷിക്കേണ്ടത് അങ്ങയുടെ ധർമ്മമാണ്. ധുന്ധു എന്ന അസുരനെ വധിച്ച് ലോകത്തെ രക്ഷിക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ബൃഹദശ്വൻ പറഞ്ഞു, മഹർഷേ, അത് ചെയ്തു തരാൻ എൻ്റെ മകൻ തന്നെ സമർത്ഥനാണ്, എൻ്റെ മകൻ കുവലാശ്വൻ അത് ചെയ്തു കൊള്ളും, ഞാനിപ്പോൾ തപസ്സിന് പോകട്ടെ എന്ന് പറഞ്ഞ് ബൃഹദശ്വൻ തപസ്സിന് വേണ്ടി കാട്ടിലേക്ക് പോയി. ഉത്തങ്കൻ മകനായ കുവലാശ്വനെ ചെന്ന് കണ്ടു. കുവലാശ്വൻ സമ്മതിച്ചു. അദ്ദേഹം
ഈ ധുന്ധുവിനെ വധിക്കാൻ വേണ്ടി തൻ്റെ മക്കൾ 21,000 മക്കളുണ്ടായിരുന്നു ഈ കുവലാശ്വന്. 21,000 മക്കളെയും ചേർത്തുകൊണ്ട് അദ്ദേഹം ധുന്ധുവിനെ വധിക്കാൻ വേണ്ടി പടയെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ ദേവന്മാരൊക്കെ തന്നെ അദ്ദേഹത്തിന് ആശീർവാദങ്ങൾ അരുളി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തൻ്റെ ശക്തിയെ അദ്ദേഹത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം വർദ്ധവീര്യനായിട്ട് ചെന്ന് ഈ ധുന്ധു എന്ന അസുരൻ ഈ സമുദ്രതീരത്തുള്ള മണലിൽ ഒളിച്ചു കിടക്കുകയാണ്. മണൽ നീക്കാൻ വേണ്ടി 21,000 മക്കളും ചേർന്ന് ഈ മണൽ കുഴിച്ച് ചെല്ലുമ്പോഴാണ് ഈ ധുന്ധു എന്ന അസുരനെ അതിഭീകരനായ മുഖത്തു നിന്നും വായിൽ നിന്നും തീ തുപ്പുന്നതായ ഈ അസുരനെ കാണുന്നത്. അവനുമായിട്ട് ഘോരമായി യുദ്ധം ചെയ്തു. ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ഒടുവിൽ ബ്രഹ്മാസ്ത്ര പ്രയോഗം കൊണ്ട് ആ കുവലാശ്വൻ ധുന്ധു എന്ന ആ അസുരനെ വധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ധുന്ധുമാരൻ എന്ന പേരുണ്ടായി എന്നാണ്. അങ്ങനെ പ്രസിദ്ധനായി തീർന്നു ആ ഇക്ഷ്വാകു വംശത്തിലുള്ള രാജാവ് കുവലാശ്വൻ. ഈ ധുന്ധു എന്ന അസുരനാകട്ടെ മധു കൈടഭന്മാരെന്ന് പറയുന്ന 2 അസുരന്മാരുടെ മകനായിട്ട് ജനിച്ചവനായിരുന്നു. പണ്ട് പ്രളയകാലത്ത് മധു എന്നും കൈടഭൻ എന്നും പേരുള്ള 2 അസുരന്മാർ ഉണ്ടായി. അത് ഉണ്ടായത് വിഷ്ണു ഭഗവാന്റെ കർണമലത്തിൽ നിന്നാണ്. ചെവിയിലുള്ള ആ വാക്സ് അതിൽ നിന്നാണ് ഉണ്ടായത് എന്ന് മറ്റു പുരാണങ്ങൾ പറയുന്നുണ്ട്. ഭഗവാന് ഭോഗശായിയായിട്ട് യോഗനിദ്രയിൽ കിടക്കുന്ന ആ ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നും ബ്രഹ്മാവ് ഇങ്ങനെ ഉണ്ടായി. ആ സമയത്ത് ബ്രഹ്മാവിനെ കണ്ടിട്ട് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മധു കൈടഭന്മാർ വന്നു. ബ്രഹ്മാവ് അവരെ കണ്ട് പേടിച്ച് വിറച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ താമരയുടെ നാളം ഇളകുകയും വിഷ്ണു ഉണരുകയും ചെയ്തു. ആ വിഷ്ണുവിനെ ബ്രഹ്മാവ് ആശ്രയിച്ചു, സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു? ഈ മധു കൈടഭന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ അസുരന്മാരെ, നിങ്ങളുടെ ശൗര്യം കണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വരം നൽകാം, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അഹങ്കാരികളായ അഹന്ത വർദ്ധിച്ച ഈ അസുരന്മാർ ഭഗവാനോട് പറഞ്ഞു, അല്ലയോ വിഷ്ണു, നീ കേമനാണെന്നറിയാം, നല്ല സുന്ദരനാണ്, താമരക്കണ്ണനാണ്, നീ തരുന്ന വരങ്ങളൊന്നും ഞങ്ങൾ വാങ്ങുകയില്ല, ഞങ്ങൾ ആരുടെയും വരം വാങ്ങുകയില്ല. പക്ഷേ ഞങ്ങൾ നിനക്ക് ഒരു വരം തരാം, എന്താണ് വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഭഗവാന്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. ഭഗവാൻ മധു കൈടഭന്മാരോട് പറഞ്ഞു, അല്ലയോ അസുരന്മാരെ, നിങ്ങളോട് ഞാൻ വരം വാങ്ങാം, നിങ്ങൾ എനിക്ക് വധ്യരാകണം, എനിക്ക് നിങ്ങളെ കൊല്ലാൻ സാധിക്കണം എന്നാണ് വരം ചോദിച്ചത്. അപ്പോൾ അവർക്ക് നിവൃത്തികേട് കൊണ്ട് അവർ ആ വരം അനുവദിച്ചു കൊടുക്കുകയും, പക്ഷേ ഒരു നിബന്ധന പറഞ്ഞു, എന്താണ്? അനാവൃതമായ ഒരു ഇടത്ത് വെച്ച് മാത്രമേ ഞങ്ങളെ കൊല്ലാൻ പാടുള്ളൂ. അതായത് എവിടെയും മറവില്ലാത്ത സ്ഥലം, മറച്ചു വയ്ക്കാത്ത സ്ഥലം. അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് എല്ലായിടവും ആകാശം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിനെ കൊണ്ട് മറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഇവരെ കൊല്ലാം എന്ന് ചിന്തിച്ചപ്പോൾ മഹാവിഷ്ണു ആ വാക്കിൻ്റെ മറ്റൊരു അർത്ഥം ചിന്തിച്ചുകൊണ്ട് തൻ്റെ വസ്ത്രത്തിൽ അനാവൃതമായ തൻ്റെ തുടയിൽ അവരെ കൊല്ലാൻ തീരുമാനിച്ചു. തൻ്റെ തുടകളിൽ ആണ് ഈ മധുകൈടഭന്മാരെ കിടത്തി ചക്രായുധം കൊണ്ട് അവരെ തലയറുത്ത് കൊല്ലുന്നത്. ആ മധുകൈടഭന്മാരുടെ മകനാണ് ധുന്ധു എന്ന ഈ അസുരൻ എന്ന് അവൻ്റെ ചരിത്രവും അവിടെ പറഞ്ഞു. അങ്ങനെ നിരവധി കഥകൾ, ഉത്തങ്കൻ്റെ മഹത്വം, അതുപോലെ കുവലാശ്വൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു. പിന്നീട് യുധിഷ്ഠിര മഹാരാജാവ് സ്ത്രീധർമ്മത്തെക്കുറിച്ച് വിശദമായി ചോദിക്കുന്നു. ആ സ്ത്രീധർമ്മം പറയുന്നതിൻ്റെ ഭാഗമായിട്ട് കൗശികൻ എന്ന ബ്രാഹ്മണൻ്റെ കഥ. കൗശികൻ എന്ന ബ്രാഹ്മണന് ധർമ്മവ്യാധൻ, ഇറച്ചുവെട്ടുകാരനായ ഒരു വ്യക്തി അദ്ദേഹത്തിന് ധർമ്മോപദേശം നൽകുന്നതായ മഹാഭാരതത്തിലെ വളരെ ശ്രേഷ്ഠവും വളരെ മഹാത്മ്യമുള്ളതായ ഒരു ഭാഗമാണ് വ്യാധഗീത എന്ന ഭാഗം. ആ ഭാഗമാണ് അടുത്തതായിട്ട് നമ്മൾ ഇനി വിചാരം ചെയ്യാൻ പോകുന്നത്.